വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ബെയിലിൻ ദാസിനെ രാവിലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞു. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് MG പ്രതീഷ് ലേറ്റസ്റ്റ് വിവരങ്ങൾ വായിച്ചിരുന്നു. പ്രതീഷ്, എപ്പോഴാണ് ഇദ്ദേഹത്തിന് മെഡിക്കൽ പരിശോധന കഴിഞ്ഞത്? ഏത് കോടതിയിലാണ് ഹാജരാക്കുക? SKN യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണ് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ഉള്ളത്. ഈ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബെയിലിൻ ദാസിനെ പുറത്തേക്കിറക്കും. ഇന്ന് രാവിലെ തന്നെ ബെയിലിൻ ദാസിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യം. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ബെയിലിൻ ദാസ് ഈ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ ഹർജി ഇന്ന് വഞ്ചിയൂർ കോടതി പരിഗണിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ബെയിലിൻ ദാസിനെ ഇന്നലെ നാടകീയമായി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ ബന്ധുവിനൊപ്പം കാറിൽ പോകുന്ന ഘട്ടത്തിലാണ് ഈ തിരുവനന്തപുരം സ്റ്റേഷൻ കടവ് ഭാഗത്ത് വെച്ച് തുമ്പ പോലീസ് ഈ പ്രതിയെ പിടികൂടിയത്. ഈ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ബെയിലിൻ ദാസ്. തുടർന്ന് ഈ സ്വന്തം കുടുംബ വീട്ടിൽ പോയി മടങ്ങുന്ന വഴിയാണ് ബെയിലിൻ ദാസ് പോലീസിന്റെ പിടിയിലാകുന്നത്. തുടർന്ന് വഞ്ചിയൂർ പോലീസിന് പ്രതിയെ കൈമാറുകയും ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. DCPയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പ്രതി നൽകിയ വിശദീകരണം ബോധപൂർവം മർദ്ദനം നടത്തിയതല്ല, ഈ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ ഒരു മർദ്ദനമാണ് എന്നുള്ള വിശദീകരണമാണ് ബെയിലിൻ ദാസ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് ഈ മൊഴി ഉൾപ്പെടെ പൂർണ്ണമായും പോലീസ് തള്ളുന്നുണ്ട്. കാരണം ഗുരുതരമായ ആരോപണങ്ങൾ അഡ്വക്കേറ്റ് ഷാമിലി ബെയിലിൻ ദാസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത് ആദ്യമായല്ല ഇത്തരത്തിലൊരു മർദ്ദനം ബെയിലിൻ ദാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു മൊഴി. അതടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. നിലവിൽ 3 വകുപ്പുകളാണ് ബെയിലിൻ ദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ ജാമ്യമില്ലാ വകുപ്പാണ്. ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ ബെയിലിൻ ദാസിന് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയും. അല്ലെങ്കിൽ ബെയിലിൻ ദാസ് റിമാൻഡിലേക്ക് ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും വലിയ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഷാമിലിക്ക്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാമിലിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നിയമമന്ത്രി ഉൾപ്പെടെ നേരിട്ടെത്തിയാണ് ഷാമിലിക്ക് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. തൊഴിലിടത്തിൽ ഒരു അഭിഭാഷക നേരിട്ട ആ ഒരു ക്രൂരമർദ്ദനത്തെ സമൂഹമടക്കം ഏറ്റെടുക്കുകയും വലിയ വിമർശനം അഭിഭാഷകനെതിരെ വരികയും ചെയ്തിട്ടുണ്ട്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം ഇനി കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ളത്. അല്പസമയത്തിനകം തന്നെ വഞ്ചിയൂർ കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതി 11-ലായിരിക്കും ഈ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ അല്പസമയത്തിനകം ഹാജരാക്കുക. SKN.